വെൽക്കം ടു മൈ ചാനൽ എനിവൺ ക്യാൻ സ്റ്റിച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ബേസിക് പാറ്റേൺ വിത്തൗട്ട് ഡാർട്ട് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് പാറ്റേൺസ് വിത്ത് ഡാർട്ട് ആണ്. അപ്പോൾ ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയതായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാം. ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് നമ്മളെടുത്തു, ഇതിനൊരു കവറ് നമുക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഇത് കറക്റ്റായിട്ട് വരുന്ന വിധത്തിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഫാബ്രിക് വയ്ക്കുകയാണ്. നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞാലും ഇത് റൗണ്ട് ഷേപ്പ് അല്ലേ, നമ്മുടെ ബോഡിയും ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പോൾ പല രീതിയിലാണ്, പല ഭാഗത്തും കേർവി ആയിരിക്കും, പിന്നെ ചില സ്ഥലത്ത് സ്ട്രെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ ഈ കേർവി ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമുക്ക് ഒരിക്കലും കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഈ ബോളിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഭാഗം ഇങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഉൾവശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, മറച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ബോളിനെ കവർ ചെയ്യും. അപ്പം ഇങ്ങനെ വരുന്ന ഈ എക്സ്ട്രാ വരുന്ന ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ കേർവി ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് എത്ര സ്റ്റിച്ച് ചെയ്താലും കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ബൾജ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് ഡ്രസ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ സ്റ്റിച്ചിനെയാണ് നമ്മൾ ഡാർട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് നോക്കാം. മുന്നത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് കാണുക. ഫസ്റ്റ് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതെന്ന് നോക്കി അതിനുശേഷം ബേസിക് പാറ്റേൺ ചെയ്യുക. ബേസിക് പാറ്റേണിൻ്റെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ അതാണ് നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഈസിയാണ്. അതിൽ ചെറിയ ഓൾട്രേഷൻ വരുത്തിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് ചെയ്യുക. ആ വീഡിയോസ് കാണുക, അതിനുശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം നമ്മൾ ബേസിക് പാറ്റേൺ വിത്തൗട്ട് ഡാർട്ട് ചെയ്തതിൽ അതിൻ്റെ സെയിം തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അതായത് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നതും അതുപോലെ തന്നെ നെക്കിൻ്റെയും ഷോൾഡറൊക്കെ എക്സാക്ട്ലി സെയിം ആണ് നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്, ഹിപ്പ് മാർക്ക് ചെയ്യുന്നത്, ഹിപ്പ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് ഒക്കെ സെയിം ആണ് വരുന്നത്. ആകെ നമുക്ക് വ്യത്യാസം വരാൻ പോകുന്നത് വേസ്റ്റ് ലൈനിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കാൽക്കുലേഷൻ ഡിഫറെൻ്റ് ആണ്. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പം ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ലൈൻ ഒഴികെ ബാക്കിയെല്ലാം പഴയ പാറ്റേണിൽ നിന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ ഞാനിവിടെ ആഡ് ചെയ്യാം വീഡിയോയുടെ ലിങ്ക്. നിങ്ങൾ കാണാത്തവർ ആ ഒരു ലിങ്ക് വെച്ചിട്ട് ബേസിക് പാറ്റേൺ ചെയ്യുക. അതിനുശേഷം നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം മുതലേ ചെയ്യുന്നില്ല, പക്ഷെ മറ്റേ വീഡിയോയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് വീഡിയോയുടെ ലിങ്ക് കാണിക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് എല്ലാ വേസ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് മാർക്ക് ചെയ്യാത്ത കാരണം ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കിയെല്ലാം ഫസ്റ്റ് വീഡിയോയിലത്തെ അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് വേസ്റ്റിൻ്റെ കാൽക്കുലേഷൻ എന്ന് നോക്കാം. അപ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്, അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വേസ്റ്റ് ലൈൻ കാൽക്കുലേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ഈക്വൽ ടു എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് വരുന്നത് അത് ഡിവൈഡഡ് ബൈ 4. അത് എല്ലായിടത്തും സെയിം ആണ്. നിങ്ങളുടെ വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ് വരുന്നത് അത് ഡിവൈഡഡ് ബൈ 4. എൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് 76 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എഴുതാം, അത് ഡിവൈഡഡ് ബൈ 4. ഇത് നമ്മുടെ പഴയ ഇതിലും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഞാൻ പറഞ്ഞു, ഞാൻ ഈസ് കൊടുക്കാറുള്ളത് എപ്പോഴും കുറവാണ്. ഈ ബാക്കിയെല്ലാം കൊടുത്തിരിക്കുന്ന ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ഈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ എഴുതുന്നുണ്ട്. 0.25 ഈസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ സെയിം ആണ്. നമ്മൾ ബേസിക് പാറ്റേണിൽ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്നത് 3 ഡാർട്ട്സ്. ഈ 3 ഡാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ നമ്മൾ ഡാർട്ടിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3 ഡാർട്ട്സ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എത്രയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ 22.25 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമുക്കത് മാർക്ക് ചെയ്യാം. നമ്മുടെ വേസ്റ്റ് ലൈനിലാണ് നമുക്കത് മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ വേസ്റ്റ് ലൈനിൽ 22.25 നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലാണ്. ഇപ്പോൾ ഫ്രണ്ടിലും അതുപോലെ തന്നെ നമുക്ക് 22.25 മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ ചുരിദാറൊക്കെ തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ബാക്കിൽ മാത്രം ഡാട്ട് ഇട്ടിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ബാക്കിൽ മാത്രം ഈ 3 ഡാട്ട് എന്നുള്ള ഈ 3 സെൻറ്റിമീറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല, ഫ്രണ്ടിൽ നമുക്ക് ഡാട്ട് വേണ്ടാന്ന് വിചാരിക്കാം, അതായത് വേസ്റ്റ് ഡാട്ട് നമ്മൾ ഇടുന്നില്ല എന്ന് വിചാരിക്കുക. ചില സമയത്ത് നമുക്ക് വർക്കുള്ള ചുരിദാറോ അല്ലെങ്കിൽ വർക്കുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഡാട്ട് വന്നു കഴിഞ്ഞാൽ വർക്ക് ഭംഗിയിൽ കിട്ടില്ല, അത് ഉള്ളിൽ പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിൽ മാത്രം ഡാട്ട് ഇടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് പാറ്റേണിൽ നമ്മൾ ചെയ്ത അതേ ഫോർമുല യൂസ് ചെയ്യുക. ഫ്രണ്ടിൽ 76/4 പ്ലസ് 25 ഈസ്, അതായത് നിങ്ങളുടെ ഈസ് എത്രയാണ് വരുന്നത് എന്നുള്ളത്. ഈ 3 ഡാട്ട് ആഡ് ചെയ്യേണ്ട. അപ്പം നമുക്ക് എന്താണ്, ആ ഡാട്ടിൻ്റെ പ്രൊസീജിയർ ഫ്രണ്ടിലുള്ളത് എലിമിനേറ്റ് ചെയ്തിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്, ഇവിടെ ഫ്രണ്ടിലത്തെ ഡാട്ടും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്രണ്ടിൽ വേണ്ട എന്നുള്ള സമയത്ത്, ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്തോളൂ, പക്ഷെ ഫ്രണ്ടിൽ ഡാട്ട് വേണ്ട എന്നുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യണം, ഈ 3 ഡാട്ട് എന്നുള്ളത് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ സെയിം ഫോർമുല തന്നെ ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ഫോർമുല തന്നെ ഫ്രണ്ടിലും യൂസ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഡാട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 22.25 എന്നുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് മാർക്ക് ചെയ്തു. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ബെസ്റ്റിൻ്റെ ഈ പോയിന്റിൽ നിന്ന് വേസ്റ്റിലേക്ക് വരയ്ക്കുക, അതുപോലെ തന്നെ ഹിപ്പിലേക്ക് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇപ്രാവശ്യം വേസ്റ്റ് കുറച്ച് പുറത്തേക്കാണ് നിൽക്കുന്നത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് മടക്കി അടിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് കറക്റ്റായിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ബാക്ക് ഡാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ വേസ്റ്റ് ലൈനായിട്ട് വരുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് ലൈനിലാണ് നമ്മൾ ഈ ഡാട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബെസ്റ്റ് ലൈനിലെ മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക. എൻ്റെ വരുന്നത് 22 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, 22 ഡിവൈഡഡ് ബൈ 2 11 സെൻറ്റിമീറ്റർ നമുക്കിതിൽ മാർക്ക് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങളുടെ 24 ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ 2 12 മാർക്ക് ചെയ്യുക. എത്രയാണ് നിങ്ങളുടെ ബെസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഹാഫ് എടുക്കുക, അത് മാർക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വരുന്നത് 22 ഡിവൈഡഡ് ബൈ 2 11 സെൻറ്റിമീറ്റർ ആണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇത് തന്നെ ഈ ലൈൻ താഴോട്ട് ഇതേ പോയിന്റിൽ നമ്മൾ വേസ്റ്റ് ലൈനിലും സ്മോൾ ഹിപ്പ് ലൈനിലും മാർക്ക് ചെയ്യുക. ഈ 11 നമ്മളിവിടെ കിട്ടിയത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് താഴത്തോട്ട്. ഇപ്പം നമ്മൾ സ്മോൾ ഹിപ്പ് ലൈനിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്മോൾ ഹിപ്പ് ലൈനിൽ നിന്ന് 3 സെൻറ്റിമീറ്ററും കൂടിയാണ് താഴത്തേക്ക് ആക്കേണ്ടത്. അപ്പോൾ ബേസ് ലൈനിൻ്റെ ഹാഫ് എടുക്കുക, അത് എക്സ്റ്റെൻഡ് ചെയ്ത് സ്മോൾ ഹിപ്പ് ലൈനും കഴിഞ്ഞ് 3 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെ വരെയാണ് നമ്മുടെ ഡാർട്ട് വരുന്നത്. അതുകൊണ്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 3 ഡാട്ട്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. 3 ഡാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 സെൻറ്റിമീറ്ററിന് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത 1.5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഈ ലൈനിൻ്റെ ഈ ഭാഗത്തും 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുക. വെസ്റ്റ് ലൈനിൽ നിന്നുള്ള പോയിന്റിൽ നിന്ന് വേസ്റ്റ് ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഹിപ്പ് ലൈനിലേക്ക് താഴത്തേക്കുള്ള പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ഡാർട്ട് വരയ്ക്കുന്നത്. ഒന്ന് ജസ്റ്റ് കർവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിപ്പോൾ പോയിൻറ്റഡ് ആണ്, പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡാർട്ട്, ഇതിപ്പോൾ നമ്മൾ ബാക്ക് ഡാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. താങ്ക് യു.